ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകമാണ്. അതിൽ സോഷ്യൽ സയൻസ് 2ാമത്തെ ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകം 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്നതാണ് ചാപ്റ്ററിന്റെ എന്തെന്ന് പറയുന്നത്, പേരെന്ന് പറയുന്നത്. 20ാം നൂറ്റാണ്ടിന്റെ ചരിത്രം വളരെ ഹ്രസ്വമായിട്ട് ഒരു ചാപ്റ്ററിൽ പറയുന്നതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോ 20ാം നൂറ്റാണ്ടിൽ നടന്ന പല സംഭവ വികാസങ്ങളെയും കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 1ാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ടുള്ള ചില സംഭവങ്ങളെ കുറിച്ച് നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്തെല്ലാമായിരുന്നു അത്? ഒന്നാമത്തേത്, മുതലാളിത്തം എന്നുള്ളത് ഇമ്പീരിയലിസത്തിലേക്ക് എന്ത് ചെയ്തു, മാറ്റം ചെയ്യപ്പെട്ടു. അതായത് മുതലാളിത്തം ക്യാപിറ്റലിസമിൽ നിന്നുള്ളത് എന്ത് ചെയ്തു, സാമ്രാജ്യത്വത്തിന്റെ രീതിയിലേക്ക് ഒരു മാറ്റമുണ്ടായി. ഈ മാറ്റത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ലോകത്ത് ആകമാനമായിട്ട് കോളനികൾ സംഘടിപ്പിക്കുവാനായിട്ട് പാശ്ചാത്യ ശക്തികൾ ശ്രമിച്ചു. ഇതിന്റെ ഫലമായിട്ട് എന്താണ്, ഇവർ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായി. ഈ സംഘർഷം എന്ത് ചെയ്തു, 2ാം ലോക മഹായുദ്ധമല്ല 1ാം ലോക മഹായുദ്ധത്തിന് വഴിവെച്ചു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാരണമായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? അഗ്രസീവ് നാഷണലിസം. എന്താണ് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്ന ഒരു സംഭവം, തീവ്ര ദേശീയത. ഇതും എന്ത് ചെയ്തു, 1ാം ലോക മഹായുദ്ധത്തിന് എന്ത് ചെയ്തു, കാരണങ്ങളായിട്ട് മാറി. മാത്രമല്ല ഈ പറയുന്ന പാശ്ചാത്യ ശക്തികൾ എന്താണ്, 2 ചേരികളായിട്ട് തിരിഞ്ഞുകൊണ്ട് എന്താണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദം എന്നിങ്ങനെ എന്ത് ചെയ്തു, 2 ടീമുകളായിട്ട് പിരിഞ്ഞു. ഇവര് തമ്മിൽ എന്താണ് ആഭ്യന്തരമായിട്ടുള്ള പല സംഘർഷങ്ങളും ഉണ്ടായി. ഇതെല്ലാം എന്ത് ചെയ്തു, 1ാം ലോക മഹായുദ്ധത്തിന് കാരണമായി മാറി. അപ്പോ കോളനികൾക്ക് വേണ്ടി എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കോളനികൾക്ക് വേണ്ടി ഈ പാശ്ചാത്യ ശക്തികൾ തമ്മിൽ എന്താണ് പലപ്പോഴും പല വഴക്കുകളും അല്ലെങ്കിൽ പല യുദ്ധങ്ങളും ഉണ്ടായി. എന്താണ് ഈ പറയുന്ന കോളനികൾ ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഇവർ തമ്മിൽ പല അടികളും ഉണ്ടായി. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഉൾപ്പെടെ എന്താണ് ബ്രിട്ടനും ഫ്രാൻസുമായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ലോകത്ത് ആഗമനമായിട്ട് എന്താണ് ചില പ്രതിസന്ധികൾ ഉടലെടുക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് മൊറോക്കൻ പ്രതിസന്ധിയാണ്. മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്, മൊറോക്കോ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. 1904 ബ്രിട്ടനും ഫ്രാൻസും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഒരു രഹസ്യ സന്ധി ഉണ്ടാക്കുന്നു. ഈ സന്ധി പ്രകാരം മൊറോക്കോ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫ്രാൻസിന്റെ മേധാവിത്വം ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. എന്താണ് 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു രഹസ്യ സന്ധി ഉണ്ടാകുന്നു. ഈ സന്ധി പ്രകാരം എന്താണ് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കയിൽ ഫ്രാൻസിന്റെ ആധിപത്യം എന്നുള്ളത് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്തണമെന്ന ആഗ്രഹം ജർമ്മനിക്കും ഇതേ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മനി എന്ത് ചെയ്തു, ജർമ്മനി ഈ പറയുന്ന അതായത് ഫ്രാൻസ് മൊറോക്കോയെ കൈവശപ്പെടുത്തുന്നത് എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. മാത്രമല്ല മൊറോക്കൻ തുറമുഖ നഗരമായിട്ടുള്ള അഗഡൈറിലേക്ക് എന്ത് ചെയ്തു, ജർമ്മനി അവരുടെ യുദ്ധക്കപ്പലുകൾ അയച്ചു. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു യുദ്ധം വരുമെന്നുള്ള പ്രതീതി ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും എന്താണ് ഒരു കോംപ്രമൈസ് ടോക്ക് ഉണ്ടാകും. അതിന്റെ ഫലമായിക്കൊണ്ട് തന്നെ എന്താണ് ഒരു അനുരഞ്ജന ചർച്ച നടക്കുകയും എന്താണ് അന്ന് ഫ്രഞ്ചുകാരുടെ കൈവശമായിരുന്നു എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ കോങ്കോ എന്ന് പറയുന്ന പ്രദേശം. അപ്പോ ഇവരെന്ത് ചെയ്തു, ജർമ്മൻകാരുമായിട്ട് ഒരു അനുരഞ്ജന ചർച്ചയുടെ ഭാഗമായിക്കൊണ്ട് അന്ന് ഫ്രഞ്ച് കോളനിയുടെ ഭാഗമായിരുന്ന കോങ്കോയുടെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്തു, ഇവര് ജർമ്മനിക്ക് നൽകിക്കൊണ്ടാണ് ഫ്രാൻസ് എന്ത് ചെയ്യുന്നത്, ഈ പ്രശ്നം പരിഹരിച്ചത്. അപ്പോ ഈ പ്രശ്നം പരിഹരിച്ചെങ്കിലും എന്താണ് ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത എന്താണ് തുടരുകയാണ് ഉണ്ടായത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇനി ബാൾക്കൻ പ്രതിസന്ധി അതേസമയം തന്നെ ഉണ്ടായ ഈ പറയുന്ന കോളനികൾക്ക് വേണ്ടി ഇവർ തമ്മിലുണ്ടായ അധികാര വടംവലികളെയാണ് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത്. ബാൾക്കൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഗ്രീസിനും ഈജിയൻ കടലിനും കരിങ്കടലിനും ഇടക്ക് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ബാൾക്കൻ മേഖല എന്ന് പറയുന്നത്. ഇത് തുർക്കി സാമ്രാജ്യത്തിന് കീഴിൽ, അതായത് ഓട്ടോമൻ
എംപയറിന് കീഴിലായിരുന്നു എന്ന് പറയുന്നത് ഈ ബാൾക്കൻ മേഖല എന്ന് പറയുന്നത്. എന്നാൽ 1912 ഈ ബാൾക്കൻ മേഖലയിലുള്ള മറ്റു ചില രാജ്യങ്ങൾ, അതായത് സെർബിയ, ഗ്രീൻസ്, മോണ്ടിനിഗ്രോ, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ എന്ത് ചെയ്തു? തുർക്കിയെ പരാജയപ്പെടുത്തി എന്ത് ചെയ്തു? ഇവര് ഈ മേഖല എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. എന്നാൽ ഈ പരാജയപ്പെടുത്തിയതിനു ശേഷം ഇത് വീതിച്ചെടുക്കുന്ന ഈ യുദ്ധത്തിന്റെ രാഷ്ട്രങ്ങൾ തമ്മിൽ വിഭജിച്ചെടുക്കുന്നതിൽ എന്ത് ചെയ്തു? ഈ രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. അതെന്താണ്? ഈ പ്രദേശത്ത് വലിയ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബാൾക്കൻ മേഖലയിൽ ഉണ്ടായിരുന്ന രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധങ്ങൾക്ക് കാരണമായിട്ട് മാറി. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബാൾക്കൻ പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. അപ്പോ ഇതൊക്കെ ആയിരുന്നു സാഹചര്യം. ലോകത്ത് മുഴുവനായിട്ട് കോളനികൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന സാമ്രാജ്യത്വ ശക്തികൾ തമ്മിൽ പരസ്പരം കലഹങ്ങളും ശത്രുതയും ഒക്കെ പുലർന്നു പോന്നിരുന്ന ഒരു സമയമാണ്. അപ്പോ ഈ ബാൾക്കൻ പ്രദേശത്ത് എന്ന് പറയുന്നത് അവിടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് സെർബിയയും ആസ്ട്രിയയും. സെർബിയ എന്ന് പറയുന്ന രാജ്യവും ആസ്ട്രിയ എന്ന് പറയുന്ന രാജ്യവുമാണ് ഈ ബാൾക്കൻ മേഖലകളിൽ ആധിപത്യം ഉറപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങൾ. ഇതിൽ സെർബിയ എന്ന് പറയുന്ന രാജ്യത്തിന് ആ കാലഘട്ടത്തിൽ പിന്തുണ നൽകിയിരുന്നത് ആരാണ്? റഷ്യ ആയിരുന്നു. എന്നാൽ ഓസ്ട്രിയക്ക് പിന്തുണ നൽകിയിരുന്നത് ജർമ്മനി ആയിരുന്നു. ഓസ്ട്രിയക്ക് ജർമ്മനിയുടെ പിന്തുണയും ബാൾക്കൻ പ്രദേശം സ്വന്തമാക്കുന്നതിനായിട്ട് റഷ്യൻ പിന്തുണയോടെ സെർബിയയും അവിടെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അപ്പോ ഈ സെർബിയയും ഈ പറയുന്ന ഓസ്ട്രിയയും തമ്മിൽ പരസ്പര കലഹങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു കാരണമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് 1914 ജൂണിൽ ഓസ്ട്രിയയുടെ രാജകുമാരനായിരുന്ന അല്ലെങ്കിൽ അടുത്ത കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് ഒരു സന്ദർശനത്തിന് വേണ്ടിയിട്ട് എവിടെ വരുന്നത്? സെർബിയയിലേക്ക് സെർബിയയിലേക്കല്ല, ബോസ്നിയയിൽ സെർബിയയുടെ ഭാഗമായിട്ടുള്ള ബോസ്നിയയിലേക്ക് വരുന്നത്. അപ്പൊ ഈ ബോസ്നിയയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ബോസ്നിയയുടെ തലസ്ഥാനമായ സരോവയിൽ വെച്ചുകൊണ്ട് ഒരു സെർബിയക്കാരനായിട്ടുള്ള യുവാവ്, ഗൗലോ പ്രിൻസിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ഗൗലോ പ്രിൻസിപ്പ് എന്ത് ചെയ്യുന്നു? ഈ ആസ്ട്രിയൻ കിരീടാവകാശിയായിട്ടുള്ള ഈ പറയുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡ് എന്ത് ചെയ്യുന്നു? വെടിവെക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നു? മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അന്ന് ഈ സെർബിയയിൽ ഉണ്ടായിരുന്ന ഒരു തീവ്രവാദ, അതായത് അഗ്രസീവ് നാഷണലിസം മോട്ടോ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയായിരുന്നു ബ്ലാക്ക് ഹാൻഡ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് ഹാൻഡിലെ അംഗമായിരുന്നു ഈ ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വെടിവെച്ച് കൊന്ന ഗൗലോ പ്രിൻസിപ്പ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഓസ്ട്രിയൻ ഭരണാധികാരിയെ ഒരു സെർബിയൻ യുവാവ് വെടിവെച്ചു കൊന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഓസ്ട്രിയയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് ഒരു ഇടപെടലുകൾ സെർബിയയുമായതായി അവർ പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡുകളുണ്ട്, നിങ്ങൾ ഈ ഡിമാൻഡുകളൊക്കെ മീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്തു ചെയ്യും? ഞങ്ങൾക്ക് നിങ്ങൾ ആക്രമിക്കേണ്ടതായിട്ട് വരുമെന്ന് ഓസ്ട്രിയ എന്ത് ചെയ്യുന്നു? സെർബിയയെ അറിയിക്കുന്നു. സെർബിയയുടെ ഭാഗത്തു നിന്ന് ഒരു തണുത്ത പ്രതികരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. തുടർന്ന് 1914 ജൂലൈ 28 തീയതി എന്ത് ചെയ്യുന്നു? ഓസ്ട്രിയ സെർബിയക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നു? യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നാണ്. 1914 ജൂലൈ 28 തീയതി എന്ത് ചെയ്യുന്നു? ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം സെർബിയ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഇതോടുകൂടി ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സഖ്യരാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇരു ചേരികളെയും പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും അത് ഒരു വലിയ യുദ്ധമായിട്ട്, ഒരു ഗ്ലോബൽ വാറായിട്ട് മാറുകയും ചെയ്യുന്നു. ലോകത്തെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ രാഷ്ട്രങ്ങളും തന്നെ നേരിട്ടോ അല്ലാതെയോ ഈ യുദ്ധത്തിൽ പങ്കാളികളായി. അതുകൊണ്ടാണ് ഈ യുദ്ധത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഒന്നാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാർ പെട്ടെന്ന് തുടങ്ങാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായിട്ടുള്ള സരയാവോയിൽ വെച്ച് സെർബിയൻ യുവാവായിട്ടുള്ള ഗൗലോ പ്രിൻസിപ്പ് എന്ത് ചെയ്തു? വെടിവെച്ച് കൊന്നതാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം ഉണ്ടാകുന്നതിനായിട്ട് കാരണമായി മാറിയത്.
അപ്പോ യുദ്ധം നടക്കുകയാണ്. ഈസ്റ്റേൺ ഫ്രണ്ടിലും എന്താണ് വെസ്റ്റേൺ ഫ്രണ്ടിലും എന്ത് ചെയ്യുന്നു, യുദ്ധം നടക്കുന്നുണ്ട്. യുദ്ധം ഇങ്ങനെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് റഷ്യ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പിന്മാറുന്നു. എന്താണ്, റഷ്യ എന്ത് ചെയ്യുന്നു, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു. നമ്മൾ പഠിച്ചു, എവിടെ പഠിച്ചു, നമ്മള് റഷ്യൻ വിപ്ലവം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യുന്നു, ഈ റഷ്യൻ വിപ്ലവത്തിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന റഷ്യ എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ 17 ആയപ്പോൾ എന്ത് ചെയ്യുന്നു, റഷ്യ പിന്മാറുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചരിത്രപരമായിട്ടുള്ള മറ്റൊരു സംഭവം നടക്കുന്നത്, അതുവരെ ഈ പറയുന്ന ജർമ്മനിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ജർമ്മനിയുടെ സഖ്യമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഇറ്റലി എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നു, ഇറ്റലി എന്ന് പറയുന്ന രാജ്യം കൂറുമാറിക്കൊണ്ട് ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ഒപ്പം ചേർന്ന് എന്ത് ചെയ്യുന്നു, യുദ്ധം ചെയ്യുന്നു. അപ്പോ ജർമ്മനിയും പിന്നെന്താണ് ഈ പറയുന്ന ചെറിയ രാജ്യങ്ങൾ മാത്രമായിട്ട് ഒരു വശത്ത് ഒതുങ്ങുന്നു. പക്ഷെ ജർമ്മനി എന്ത് ചെയ്യുന്നു, ജർമ്മനി തോൽക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല, അവർ യുദ്ധം തുടരുകയാണ്. അപ്പൊ ഇങ്ങനെ യുദ്ധം ജർമ്മനി തുടരുന്നതിനോടൊപ്പം തന്നെ എന്താണ്, ഫ്രാൻസും ഇറ്റലിയും ബ്രിട്ടനും ഒക്കെ ചേർന്നുകൊണ്ട് ജർമ്മനിക്കെതിരെ തിരിച്ചടി നടത്തുന്നുണ്ട്. ഇതേ സമയം തന്നെ എന്താണ്, ഈ പറയുന്ന ജർമ്മനിയുടെ ഭാഗത്ത് നിന്ന് മറ്റൊരു മൂവ്മെന്റ് ഉണ്ടാവുന്നു. അതിങ്ങനെയാണ്, അതായത് അമേരിക്കയുടെ തൊട്ടടുത്തുള്ള ഒരു രാജ്യമാണ് മെക്സിക്കോ എന്ന് പറയുന്നത്. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തിന് ജർമ്മനി ഒരു കത്തഴക്കുകയാണ്. കത്ത് ഇതാണ്, അതായത് നിങ്ങൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ എന്ത് ചെയ്യണം, ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. അമേരിക്ക അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമല്ല. അമേരിക്ക എന്താണ്, ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അവര് ഒരു യുദ്ധത്തിനുമില്ല, ഒരു പ്രശ്നങ്ങൾക്കും ഇല്ല. പക്ഷെ എന്താണ്, യുദ്ധം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിലൂടെ സപ്ലൈ ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന മെക്സിക്കോയോട് ജർമ്മനി ലെറ്റർ വഴി പറയുകയാണ്, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ആവശ്യമായത് എന്തും, അതായത് പണമാണെങ്കിലും ആയുധമാണെങ്കിലും എന്താണ് മിലിറ്ററി സപ്പോർട്ട് ആണെങ്കിലും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ജർമ്മൻ ഭരണകൂടത്തിൽ നിന്ന് മെക്സിക്കോൻ ഭരണകൂടത്തിലേക്ക് അയക്കുന്നു. എന്നാൽ ഈ ലെറ്റർ മെക്സിക്കോയിലേക്ക് എത്തുന്നില്ല. ഇതെന്ത് ചെയ്യുന്നു, ഇത് ബ്രിട്ടൻ പിടിച്ചെടുക്കുകയും ഇത് അമേരിക്കയെ അറിയിക്കുകയുമാണ് ഉണ്ടാകുന്നത്. ഇത് അറിയിച്ചതോടുകൂടി എന്ത് ചെയ്യുന്നു, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്ത് ചെയ്യുന്നു, ഈ യുദ്ധത്തിന്റെ ഭാഗമാവുകയും അമേരിക്കൻ പട്ടാളക്കാർ ഈ യുദ്ധമുന്നണിയിലേക്ക് വന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. ഏകദേശം വലിയ ഒരു മിലിറ്ററിയാണ്, അമേരിക്കൻ മിലിറ്ററിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒന്നാം വേൾഡ് വാറിന്റെ യുദ്ധമുന്നണിയിലേക്ക് വന്നിറങ്ങുന്നത്. ഈ അമേരിക്കൻ പട്ടാളക്കാർ അവിടെ വന്നിറങ്ങുന്നതോടുകൂടി അല്ലെങ്കിൽ അമേരിക്കൻ സഹായം കൂടി ലഭ്യമാകുന്നതോടുകൂടി ജർമ്മനിക്ക് മനസ്സിലാവുന്നു എന്താണ്, ഞങ്ങൾ ഇനി യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല, കാരണം എന്താണ്, ഞങ്ങൾ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയ ജർമ്മനി എന്ത് ചെയ്യുന്നു, ജർമ്മനി അവരുടെ തോൽവി അംഗീകരിക്കുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ 1918 എന്ത് ചെയ്യുന്നത്, ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. പക്ഷെ 1919 എന്ത് ചെയ്യുന്നത്, പൂർണ്ണമായിട്ടും യുദ്ധത്തിന് വിരാമം വരുന്നത് എന്ന് നമുക്കറിയാം. അതെന്താണ് എന്നുള്ളത് പറയാം. 1914 മുതൽ 18 വരെയാണ് യുദ്ധം. 18 എന്താണ്, ഔദ്യോഗികമായിട്ട് യുദ്ധം അവസാനിക്കുന്നത്. അപ്പോ ഈ യുദ്ധം കൊണ്ട് ലോകത്തെന്താണ്, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി. അവ എന്താണെന്ന് കൂടി നമുക്ക് നോക്കുക. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചു, പരിക്കേൽക്കുകയും ചെയ്തു. കൃഷി, വ്യവസായം, വാർത്താവിനിമയം തുടങ്ങിയ സർവ്വ മേഖലകളും എന്ത് ചെയ്തു, തകർന്നു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം എന്നിവ എന്ത് ചെയ്തു, വർദ്ധിച്ചു. യൂറോപ്പിന്റെ സാമ്പത്തിക മേധാവിത്വം എന്ത് ചെയ്തു, ദുർബലമായി. ഏഷ്യയിലും ആഫ്രിക്കയിലും എന്ത് ചെയ്തു, സ്വതന്ത്ര സമരങ്ങൾ ശക്തിപ്പെട്ടു. മാത്രമല്ല ഒന്നാം ലോക മഹായുദ്ധമായപ്പോ മനസ്സിലായി ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ വീണ്ടും ഭവിഷ്യത്തുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സംഘടന രൂപപ്പെട്ടു. 1920 ജനുവരി 10 ഈ സംഘടന രൂപപ്പെടുന്നത്. ഈ സംഘടനയുടെ പേരെന്ന് പറയുന്നത് സർവരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ എന്താണ്, ലീഗ് ഓഫ് നേഷൻ എന്നാണ്. സർവരാഷ്ട്ര സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻ എന്നാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ലോകമഹായുദ്ധത്തിന് എന്താണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ 1918 യുദ്ധം അവസാനിക്കുന്നു.
ഈ അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടു എന്ന് ഞാൻ പറഞ്ഞു. ഈ അമേരിക്ക യുദ്ധത്തിൽ ഇടപെടുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു വുഡ്രോ വിൽസൺ എന്ന് പറയുന്നത്. അപ്പോൾ വുഡ്രോ വിൽസൺ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒരു 14 ഇന പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നു. ഈ പദ്ധതി പ്രകാരം 1919 എന്ത് ചെയ്യുന്നു, പാരീസിൽ വെച്ച് ഈ ജയിച്ച രാജ്യങ്ങളും തോറ്റ രാജ്യങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു സമാധാന സമ്മേളനം നടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി ലോകത്തിന്റെ ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സമാധാന സമ്മേളനം നടക്കുന്നു. അപ്പോ വുഡ്രോ വിൽസൺ ഈ 14 ഇന പരിപാടികൾ മുന്നോട്ട് വെക്കുമ്പോൾ വുഡ്രോ വിൽസൺ പറയുന്നുണ്ട്, എന്താണ്, നമ്മൾ ഇതൊരു പരിഹാരം സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ തോറ്റ ആളുകളെ നിങ്ങൾ കളിയാക്കരുത്, അവർ വരുമ്പോൾ അവരോട് എന്താണ് മോശമായിട്ടൊന്നും പെരുമാറരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വുഡ്രോ വിൽസൺ എന്ത് ചെയ്യുന്നത്. നമ്മുടെ സന്ദേശത്തിൽ പറയുന്ന പോലെ അവൻ എന്നെ നോക്കി ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയൂലേ, അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ വുഡ്രോ വിൽസൺ എന്ത് ചെയ്യുന്നത്, പദ്ധതി മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ 1919 നടന്ന പാരീസ് ഉടമ്പടി അല്ലെങ്കിൽ പാരീസ് സമാധാന സമ്മേളനത്തിൽ ഈ വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്ക് നേർ വിപരീതമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. ആ വുഡ്രോ വിൽസൺ പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ എതിരായിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ഈ പറയുന്ന സമ്മേളന വേദിയിൽ വെച്ച് നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പാരീസ് സമാധാന സമ്മേളനം വളരെ ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ച ചില നടപടികളുടെ പേരിൽ തന്നെയാണ് എന്തുണ്ടായത്, പിന്നീട് 2ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അപ്പോ ഈ പാരീസ് ഉടമ്പടിയിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ഈ രാജ്യങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, തോറ്റ രാജ്യങ്ങളും ജയിച്ച രാജ്യങ്ങളും തമ്മിൽ ചില ഉടമ്പടികൾ ഉണ്ടാക്കുന്നു. ഈ ഉടമ്പടികളോട് കൂടി എന്താണ്, പരിപൂർണമായിട്ട് യുദ്ധം അവസാനിക്കുന്നു. ഈ ജയിച്ച രാജ്യങ്ങളും തോറ്റ രാജ്യങ്ങളും എന്താണ്, പരസ്പരം പല രാജ്യങ്ങളുമായിട്ട് ഉടമ്പടികൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്, ജർമ്മനിയുമായിട്ട് വിജയിച്ച രാജ്യങ്ങൾ ഒപ്പുവെച്ച കരാറാണ്. ആ കരാറിന് എന്തെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, 1919 ഒപ്പുവെച്ച വേഴ്സായ് സന്ധി എന്നാണ് ആ കരാറ് അറിയപ്പെടുന്നത്. എന്താണ്, 1919 ഒപ്പുവെച്ച് എന്ത് ചെയ്യുന്നു, വേഴ്സായ് സന്ധി പ്രകാരം എന്ത് ചെയ്യുന്നു, ജർമ്മനി മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് തോൽവി സമ്മതിക്കുകയും എന്താണ്, അതിന് പരിഹാരമായിട്ടുള്ള ഒരു സന്ധിയിൽ എന്ത് ചെയ്യുന്നു, ജയിച്ച രാജ്യങ്ങളുമായിട്ട് ഒപ്പുവെക്കുകയും ചെയ്തു. ഇത് പ്രകാരം അതുവരെ ജർമ്മനിയുടെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ കോളനികളും, മറ്റു രാജ്യങ്ങളിലെ കോളനികളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഈ സഖ്യകക്ഷികൾ എന്ന് പറയുന്ന വിജയിച്ച ആളുകൾ എന്ത് ചെയ്യുന്നു, പങ്കിട്ടെടുക്കുന്നു. മാത്രമല്ല യുദ്ധത്തിന് നഷ്ടപരിഹാരമായിട്ട് ഈ ജയിച്ച രാജ്യങ്ങൾക്ക് ജർമ്മനി വലിയ ഒരു തുക നൽകേണ്ടതായിട്ട് വരുന്നു. മാത്രമല്ല അതുപോലെ തന്നെ എന്താണ്, സമ്പന്നമായിട്ടുള്ള ഖനിപ്രദേശങ്ങൾ എന്താണ്, സഖ്യകക്ഷികൾക്ക് കൈമാറേണ്ടതായിട്ട് വരുന്നു. മാത്രമല്ല എല്ലാ യുദ്ധക്കുറ്റങ്ങളും എന്താണ്, ജർമ്മനിയുടെ തലയിൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ എന്ത് ചെയ്യുന്നു, നിരായുധീകരിക്കുകയും ചെയ്യുന്നു. അതായത് ജർമ്മനിക്ക് മിലിറ്ററി ഉണ്ടാകാം, അതിൽ 1 ലക്ഷത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരുപാട് എന്താണ് കാര്യങ്ങൾ എഴുതി ചേർത്തുകൊണ്ടാണ് ഈ വേഴ്സായ് ഉടമ്പടി ഉണ്ടാകുന്നത്. ഇത് എന്താണ്, ജർമ്മനിയെ അവഹേളിക്കുവാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഹിറ്റ്ലറൊക്കെ എന്ത് ചെയ്യുന്നത്, ഉദയം ചെയ്യുന്നത്. അപ്പോ ഈ പറഞ്ഞ പാരീസ് ഉടമ്പടി ഒരു സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ സമ്മേളനം എന്താണ്, ജയിച്ച കക്ഷികൾ ഒരു ഏകപക്ഷീയമായി തീരുമാനം എടുത്തതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, മറ്റൊരു 2ാം ലോക മഹായുദ്ധത്തിന് കാരണമായിട്ട് മാറുകയാണ് എന്ത് ചെയ്യുന്നത്, ചരിത്രത്തിൽ ഉണ്ടാകുന്നത്. നോക്കാം, ഞാൻ പറഞ്ഞു എന്താണ്, യുദ്ധം കഴിഞ്ഞു. യുദ്ധം എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, യുദ്ധം എന്ന് പറയുന്നത് എന്താണ്, ഒരു തരത്തിലും നമുക്ക് നല്ല ഒരു കാര്യമല്ല. വിജയിക്കുന്നവരും തോൽക്കുന്നവരും എല്ലാവരും യുദ്ധത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യേണ്ടി വരും, അനുഭവിക്കേണ്ടതായിട്ട് വരും. അതിൽ യാതൊരു സംശയവും വേണ്ട. കുറച്ച് കയറിയും കുറഞ്ഞുമൊക്കെ ഇരിക്കുമെന്നേ ഉള്ളൂ. ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് യുദ്ധത്തിൽ വിജയിച്ച കക്ഷിക്കും ഉണ്ടാകും, തോറ്റ കക്ഷിക്കും ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ 1ാം ലോക മഹായുദ്ധത്തോടു കൂടി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എന്താണ്, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി, സാമ്പത്തിക മാന്ദ്യമുണ്ടായി. ഈ കാലഘട്ടത്തിൽ എന്താണ്, ഒരു വലിയ ബുദ്ധിമുട്ടില്ലാതിരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ആകെ അമേരിക്ക മാത്രമാണ്. കാരണം എന്താണ്, അമേരിക്ക 1ാം ലോക മഹായുദ്ധത്തിൽ അത്ര വലിയ പങ്കൊന്നും വഹിച്ചില്ല. അവസാനം അവരുടെ മിലിറ്ററി ഒന്ന് ഇറക്കി പേടിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരെന്ത് ചെയ്തില്ല, വലിയ പങ്കൊന്നും വഹിച്ചില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക എന്ത് ചെയ്തില്ല,
വലിയ കാര്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തില്ല, ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധം എഫക്ട് ചെയ്തില്ല. അതുവരെ എന്താണ് ബ്രിട്ടനും മറ്റുള്ള രാജ്യങ്ങളും ഒക്കെ ആയിരുന്നു ലോകത്തിൽ ഡിപ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്ന ഒരു മാർഗമെങ്കിൽ പയ്യെ പയ്യെ എന്ത് ചെയ്യുന്നു, ഇത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നും ഫ്രാൻസിന്റെ കയ്യിൽ നിന്നൊക്കെ മാറിയിട്ട് അമേരിക്കയിലേക്ക് മാറുന്ന, ലോകം മുഴുവൻ അമേരിക്കയെ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിക്കുന്നത്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാത്ത രാജ്യമായിരുന്നു അമേരിക്ക. യുദ്ധത്തിൽ തകർന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്തു, അമേരിക്കയിൽ നിന്നും വൻതോതിൽ വായ്പകൾ സംഘടിപ്പിച്ചു. അതോടെ ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനമായിരുന്നത് ബ്രിട്ടീഷ് പൗണ്ടിന് പകരം എന്തായി മാറി, അമേരിക്കൻ ഡോളറായിട്ട് മാറി. ഇന്ന് നമ്മൾ എല്ലാ ആഗോള വിനിമയങ്ങളും കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, അമേരിക്കൻ ഡോളറിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ എന്താണ്, ഈ യുദ്ധത്തിന് മുമ്പ് വരെ അതിനെ അടിസ്ഥാനമാക്കിയിരുന്നത് ബ്രിട്ടന്റെ കറൻസി ആയിരുന്ന പൗണ്ട് ആയിരുന്നു. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി എന്തായി മാറി, ഈ പറയുന്ന ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായിട്ട് മാറിയത് ഇന്നത് ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ പയ്യെ പയ്യെ എന്ത് ചെയ്തു, യൂറോപ്പിന് പുറത്ത് അമേരിക്ക എന്താണ് ഒരു ശക്തിയായിട്ട് ഇങ്ങനെ വളർന്നു വരികയാണ്. എന്നാൽ അമേരിക്കയുടെ ഈ മുന്നേറ്റവും അധികകാലം എന്ത് ചെയ്തില്ല, നീണ്ടു നിന്നില്ല. 1929 എന്താണ് ലോകത്തെ ആകെ ബാധിച്ച ഒരു സാമ്പത്തിക മാന്ദ്യം എന്ത് ചെയ്തു ഉണ്ടായി. അത് അമേരിക്കയും എന്ത് ചെയ്തു, എഫക്ട് ചെയ്തു. എന്താണ്, യുദ്ധം വാങ്ങിയ പാപ്പരാക്കിയ ജനങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിവില്ലാതെയായി. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ ഫാക്ടറികളിൽ കെട്ടിക്കിടന്നു. അമേരിക്കയിൽ നിന്നെടുത്ത വായ്പകൾ തിരിച്ചടക്കുന്നതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീഴ്ച വരുത്തി. ബാങ്കുകൾ തകർന്നു. പണപ്പെരുപ്പം വർദ്ധിച്ചു. തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും രൂക്ഷമായി. ഈ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി എന്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തിയ മാർഗം എന്താണ്, തങ്ങളുടെ കൈവശമുള്ള കോളനികളിൽ നികുതി വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു. അങ്ങനെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരവും എന്ത് ചെയ്തു, പയ്യെ പയ്യെ ഈ കോളനിയിലുള്ള ജനങ്ങളുടെ ചുമലിലായിട്ട് മാറി. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്, 1929 എന്താണ് എല്ലായിടത്തും സാമ്പത്തിക മാന്ദ്യം വന്നു. അത് അമേരിക്കയും ബാധിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇൻസിഡന്റ് അറിയപ്പെടുന്ന പേരെന്ന് പറയുന്നത് ഒരു കറുത്ത വ്യാഴാഴ്ച എന്നാണ്. 1929 ഒക്ടോബർ 24 ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിൽ ഉണ്ടായ തകർച്ചയാണ് എന്ന് പറയുന്നത് കറുത്ത വ്യാഴാഴ്ച എന്ന് അറിയപ്പെടുന്നത്, ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന് അറിയപ്പെടുന്നത്. എന്താണ്, അതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക മുന്നേറ്റം എന്ത് ചെയ്തു, ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞു. നിക്ഷേപകരുടെ പിന്മാറ്റവും ഓഹരികൾ വൻതോതിൽ വിറ്റഴിക്കാനുള്ള ശ്രമവുമാണ് എന്ത് ചെയ്യുന്നത്, ഓഹരി കമ്പോളത്തെ തകർത്തത്. നിരവധി പേർക്ക് ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടമായി. ധാരാളം പേർ ആത്മഹത്യ ചെയ്തു. ന്യൂയോർക്കിലെ തകർച്ച അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും അത് ബാധിച്ചു. വ്യവസായശാലകളിൽ ഉത്പാദനം കുറഞ്ഞു. തൊഴിലില്ലായ്മ രൂക്ഷമായി. ലോക വാണിജ്യം തന്നെ എന്തായി മാറി, ആകെ തകരാറിലായിട്ട് മാറി. അപ്പോ ഒന്നാം ലോക മഹായുദ്ധം കഴിയുന്നതോടുകൂടി നമ്മളുടെ ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരുന്നു. വലിയ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഭാരം കോളനികളുടെ മുകളിലുമായി. അങ്ങനെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ലോകം കടന്നു പോകുമ്പോൾ കൂനുമേൽ കുരു എന്ന് പറയുന്നത് പോലെയാണ് ലോകത്ത് രണ്ട് ആശയങ്ങൾ ഉടലെടുക്കുന്നത്. ആ രണ്ട് ആശയങ്ങളുടെ പേരാണ് ഫാസിസവും നാസിസവും. ഫാഷിസവും നാസിസവും. അന്ന് ആ ലോകത്തിൽ ഉണ്ടായ ഇത്തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഇതെല്ലാം മുതലെടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇറ്റലിയിൽ ഫാഷിസവും എന്താണ് ജർമ്മനിയിൽ നാസിസവും എന്ത് ചെയ്യുന്നത്, ഉടലെടുക്കുന്നത്. ഈ ഫാസിസത്തിന്റെയും നാസിസത്തിന്റെയും ഉയർച്ചയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു മുന്നേറ്റമാണ് പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴിവെക്കുന്ന മറ്റൊരു കാരണമായിട്ട് മാറുന്നത്. നോക്കാം ഹെഡിങ്. അതിനു മുമ്പ് ഇവിടെ ഒരു രണ്ട് സിനിമകൾ കൂടി പറയുന്നുണ്ട്, അതുകൂടി നമുക്ക് നോക്കിയിട്ട് പോകാം. ഒന്നാം ലോക മഹായുദ്ധം സെല്ലുലോയിഡിൽ, അല്ലെങ്കിൽ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന് രണ്ടാം ലോക മഹായുദ്ധത്തിനാണ് പ്രത്യേകത കൂടുതൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക്, ചരിത്ര പുസ്തകങ്ങൾക്ക്, പിന്നെ എന്താണ് നോവലുകൾക്ക് ഒക്കെ പ്രമേയമായിട്ടുള്ള വിഷയമാണ് രണ്ടാം ലോക മഹായുദ്ധം
ഒന്നാം ലോക മഹായുദ്ധമൊക്കെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് എന്താണ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തെ ബേസ് ചെയ്ത ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് എന്ന് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചിത്രമാണ് ഴാൻ റെനെ എന്ന് പറയുന്ന സംവിധാനം ചെയ്ത ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന സിനിമ. ഇതാണ് ഗ്രാൻഡ് ഇല്യൂഷൻ എന്നാണ് സിനിമയുടെ പേര്. ഴാൻ റെനെ എന്നാണ് അതിന്റെ സംവിധായകന്റെ പേര്. യുദ്ധങ്ങളെ കുറിച്ചുള്ള ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നീട് നാസികൾ ഇതിന്റെ പ്രിന്റുകൾ എന്ത് ചെയ്തു, നശിപ്പിച്ചുവെങ്കിലും അവ പിന്നീട് കണ്ടെടുക്കപ്പെട്ടു. മറ്റൊരു ചിത്രമാണ് എന്തെന്ന് പറയുന്നത് ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്നത് മറ്റൊരു ചിത്രമാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻലി ക്രൂബിക്ക് സംവിധാനം ചെയ്ത പാത്ത് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നത്. 3 ചിത്രങ്ങളാണ്. ഴാൻ റെനെയുടെ എന്താണ് ഗ്രാൻഡ് ഇല്യൂഷൻ, ലെവിസ് മൈൻസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വൈറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, സ്റ്റാൻലി ക്രൂബിക്കിന്റെ എന്താണ് പാത്ത് ഓഫ് ഗ്ലോറി. ഇങ്ങനെ 3 ചിത്രങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തെ ബേസ് ചെയ്ത് വന്ന പ്രശസ്തമായിട്ടുള്ള 3 ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ലോകത്ത് എന്താണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. 2 കൂനിമേൽ കുരു പോലെ 2 പ്രത്യയ ശാസ്ത്രങ്ങൾ ഉടലെടുക്കുന്നു. നമുക്കത് എന്താണെന്ന് നോക്കാം. ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന വളരെ രസികനായ വളരെ രസികനായിട്ടുള്ള ഒരു സിനിമ ആക്ടർ ഉണ്ട് ചാർലി ചാപ്ലിൻ. ആക്ടർ മാത്രമല്ല, അദ്ദേഹം എന്താണ് സംവിധാനം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ലെജൻഡറി ആയിട്ടുള്ള മനുഷ്യനാണ് ആരെന്ന് പറയുന്നത് ചാർലി ചാപ്ലിൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ദി ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രമുണ്ട്. അതിലുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുകളിലായിട്ട് നോക്കാൻ പോകുന്നത്. എന്നെ ശ്രമിക്കുന്നവരോട് നിരാശപ്പെടരുതെന്ന് ഞാൻ പറയുന്നു. മനുഷ്യന്റെ അത്യാർത്തിയാണ് മനുഷ്യന്റെ ദുരന്തമായി പരിണമിച്ചത്. മനുഷ്യവിദ്വേഷം ഇല്ലാതാവുകയും ഏകാധിപതികൾ മരണപ്പെടുകയും ചെയ്യും. ജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം അവർ മരണമടയുന്നതോടെ ജനങ്ങൾ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം സ്വാതന്ത്ര്യം എന്നുള്ളത് നശിക്കില്ല. ചാർലി ചാപ്ലിന്റെ ദ ഡിക്റ്റേറ്റർ എന്ന സിനിമയിലെ ഒരു ഡയലോഗാണ് അത്. എനിക്ക് തോന്നുന്നു ചാർലി ചാപ്ലിന്റെ സിനിമകളിൽ ആകെ സംഭാഷണമുള്ള ഒരേ ഒരു സിനിമ ഈ ദ ഡിക്റ്റേറ്റർ ആണ് എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ എന്ന് പറയുന്നത്. അപ്പോ ചാർലി ചാപ്ലിന്റെ ഈ സിനിമ പിന്നീട് എന്താണ് ഈ ജർമ്മനിയിൽ ഹിറ്റ്ലർ നിരോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഹിറ്റ്ലർ എന്താണ് അതിന്റെ പ്രിന്റ് കൊണ്ടുവന്ന് അദ്ദേഹം ഒറ്റക്ക് അതിന്റെ ഒരു പ്രദർശനം കാണുകയും ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് വലിയ കോപം ഉണ്ടാവുകയും ചെയ്തു എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്താണ് ഫാഷിസം? ഫാഷിസം എന്ന് പറയുന്നത് ലാറ്റിൻ പദമായിട്ടുള്ള ഫാസസ് എന്ന വാക്കിൽ നിന്നാണ് ഫാഷിസം എന്ന് പറയുന്ന വാക്ക് രൂപം കൊണ്ടത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴവും എന്നുള്ളതാണ്. പുരാതന റോം സാമ്രാജ്യത്തിന്റെ അധികാര ചിഹ്നമായിരുന്നു ഈ പറയുന്ന ഫാസിസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ഫാഷിസം എന്ന് പറയുന്ന പദം ഉണ്ടായത്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ പരിതാപകരമായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പല യൂറോപ്യൻ രാജ്യങ്ങളിലും എന്ത് സംഭവിച്ചു? ഈ സമയത്ത് നിലവിലുള്ള ഭരണകൂടങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു, ജനങ്ങൾ തൊഴിൽ രഹിതരായി, നാണയപ്പെരുപ്പം സാമ്പത്തിക മേഖലയെ ബാധിച്ചു. ഈ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്തിയ 2 പ്രസ്ഥാനങ്ങളായിരുന്നു എന്തെന്ന് പറയുന്നത് ഇറ്റലിയിൽ ഫാഷിസവും ജർമ്മനിയിൽ നാസിസവും എന്ന് പറയുന്നത്. സാമ്പത്തിക ചർച്ച എന്ത് ചെയ്തു? യുദ്ധത്തിൽ വിജയിച്ചവരോടുള്ള പ്രതികാര മനോഭാവവും ലക്ഷ്യബോധമില്ലായ്മയും തുടങ്ങിയ ഘടകങ്ങൾ എന്ത് ചെയ്തു? ഇവയ്ക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി. ഈ ഫാഷിസത്തിന്റെ ചില സവിശേഷതകൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ്? ഒന്നാമത്തേത് ജനാധിപത്യത്തിനോടുള്ള വിരോധമാണ്. എന്താണ് ഈ ഫാഷിസത്തിന്റെയൊക്കെ പ്രത്യേകത? നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എന്താണെന്നറിയോ? ഇത്തരത്തിലുള്ള സംഘടനകൾ, സംവിധാനങ്ങളൊക്കെ നമ്മളുടെ നിത്യജീവിതത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. മനസ്സിലാക്കുക, അത് ഫാസിസ്റ്റ് പാർട്ടി എന്നുള്ള പേരിലൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ മറ്റൊരു രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ അതിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ വന്നാൽ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. നമ്മൾ ചരിത്രം പഠിക്കുന്നത് എന്തിനാണ്?
മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവികർക്കുണ്ടായ തെറ്റുകൾ എന്താണ് നമ്മൾ പ്രസന്റിൽ ആവർത്തിക്കാതിരിക്കാൻ കൂടിയാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. അപ്പോ ചില സംഘടനകളെയൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഇതൊക്കെ ഇതിന്റെ സ്വഭാവങ്ങളാണല്ലോ എന്ന് എന്ത് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോ ഫാഷിസത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനത്തിനോട് ഇവർക്ക് തികഞ്ഞ അവഗണനയും പുച്ഛവുമാണ്. രണ്ട്, സോഷ്യലിസം എന്ന് പറയുന്ന സംവിധാനത്തിനോട് ഇവർക്ക് എതിർപ്പാണ്. മൂന്നാമത്തേത് രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക. ഞാൻ പറഞ്ഞു എന്റെ രാഷ്ട്രം മാത്രമാണ് വലുത് എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് വംശമഹിമ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ഹിറ്റ്ലറൊക്കെ ചേർന്നതുപോലെ ആര്യന്മാരാണ് ലോകത്തിൽ എന്തോ സംഭവങ്ങൾ എന്ന് പറയുന്ന ഒരു മഹിമ. അത് ചിലപ്പോൾ റിലീജിയൻ ആയിരിക്കും, ചിലപ്പോൾ കാസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇത് പറയുന്ന പോലെ എന്താണ് വംശമഹിമയായിരിക്കും, അങ്ങനെ പലതാകാം. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു സംഭവത്തെ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് യുദ്ധം എന്ന് പറയുന്നതിനെ മഹത്വവൽക്കരിക്കുക എന്നുള്ളതാണ്. യുദ്ധമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്നുള്ള രീതിയിൽ കാണുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് തീവ്ര ദേശീയത, അഗ്രസീവ് നാഷണലിസം ആണ്. അതായത് എന്താണ് ഒരു ഭരണകർത്താവ് ചെയ്യുന്ന കാര്യത്തെ നമ്മൾ കുറ്റം പറഞ്ഞാൽ അത് രാജ്യത്തെ കുറ്റം പറയുന്നതൊക്കെ, അതായത് പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലുന്ന പരിപാടിയാണ്. അതായത് നമ്മളൊരു നേതാവിനെ എന്താണ് വിമർശിച്ചാൽ അവര് പറയും നിങ്ങൾ വിമർശിക്കുന്നത് ഈ രാജ്യത്തെയാണെന്ന് പറയും, എന്നിട്ട് നമ്മളെ തല്ലിക്കൊല്ലും. ഇത് തീവ്ര ദേശീയത എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഇനി ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ, അടുത്ത സംഭവം ഭൂതകാലത്തെ പ്രകീർത്തിക്കൽ. അതായത് നമുക്ക് 1000 വർഷം മുമ്പോ 1500 വർഷം മുമ്പോ വലിയ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു എന്നും ആ സംസ്കാരമായിരുന്നു ലോകത്തിന്റെ എല്ലാം എന്നും എന്താണ് നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കലാണ്. ഉദാഹരണത്തിന് ആറ്റം ബോംബ് ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച ആൾക്കാരാണെന്നും ലോക വിമാനം കണ്ടെത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വിമാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നില്ലേ. ഇതെന്താണ് ഈ ഭൂതകാലത്തെ പ്രകീർത്തിക്കലിന്റെ മറ്റൊരു വേർഷനാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് കല, സാഹിത്യം, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെ എന്ത് ചെയ്യുന്നു ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. കല, സാഹിത്യം, വിദ്യാഭ്യാസം. ഇപ്പോ നമ്മളുടെ നാടുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ പറയാം. എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കണ്ടായിരുന്നു? കേരള സ്റ്റോറി കണ്ടായിരുന്നു ആരെങ്കിലും? കാണണം കേട്ടോ, അതിഗംഭീരമായ ഒരു സിനിമയാണ്. മറ്റേ ഈ പറയുന്ന പോലെ അതിഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ് കേരള സ്റ്റോറി. എപ്പോഴും മുല്ലപ്പൂ വെച്ച് നടക്കുന്ന ഒരു മലയാളി പെൺകുട്ടി. കാണാൻ ക്ഷമയുള്ള ആളുകളാണെങ്കിൽ ഒന്നിരുന്ന് കണ്ടു നോക്കണം. അതിഗംഭീര സിനിമയാണ്. ഞാൻ പകുതി വെച്ച് നിർത്തിക്കളഞ്ഞു. ക്ഷമയുള്ള ആളുകളാണെങ്കിൽ കണ്ടു നോക്കണം. ഗംഭീര സിനിമയാണ്. അപ്പൊ കല, സാഹിത്യം, ഇതെല്ലാം പ്രൊപ്പഗൻഡ മൂവീസ് എന്ന് പറയും. ഇതൊക്കെ എന്താണ് ഈ ഫാഷിസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രൊപ്പഗൻഡ ചെയ്യുക. എന്തിലൂടെ? കലയിലൂടെ, സാഹിത്യത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ. വിദ്യാഭ്യാസത്തിലുള്ള എന്താണ് നമ്മളെ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന എവല്യൂഷൻ തിയറി മാറ്റപ്പെടുന്നു നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന്. എന്താണ്? സയന്റിഫിക് ടെമ്പർ മാറ്റപ്പെടുന്നു. ഇതൊക്കെ ഇതിന്റെ ഒരു മറ്റൊരു രൂപമാണ് എന്നുള്ളത് മനസ്സിലാക്കാം. സൈനിക സ്വേച്ഛാധിപത്യം, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്നു. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഫാഷിസം എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഫാഷിസം എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇന്നും പല സംഘടനകളുടെ രൂപത്തിൽ, പലതിന്റെയും രൂപത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നമ്മളിനി 2 മഹത് വ്യക്തികളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് ബെനിറ്റോ മുസോളിനിയും രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറുമാണ്. അപ്പൊ നമുക്ക് ഇനി മുസോളിനിയെ കുറിച്ച് പഠിക്കാം. മുസോളിനി, ഇറ്റലി ഞാൻ പറഞ്ഞു. ഇറ്റലി എന്താണ്? ഇറ്റലി 1-ാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച പാർട്ടിയാണ്. എങ്ങനെയാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ജർമ്മനിക്കൊപ്പം നിന്ന് യുദ്ധം ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? മറുകണ്ഠൻ ചാടി ബ്രിട്ടന്റെ ഒപ്പവും ഫ്രാൻസിന്റെ ഒപ്പവും നിന്ന് യുദ്ധം ചെയ്തു, ജയിച്ചു. 1-ാം ലോക മഹായുദ്ധം ജയിച്ച കക്ഷിയാണ് ഇറ്റലി എന്ന് പറയുന്നത്. പക്ഷെ ഇറ്റലിക്ക് എന്താണ്? ഇറ്റലിക്ക് അന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെന്നാണ് ഇറ്റലി പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ യുദ്ധം ജയിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ബ്രിട്ടനും ഫ്രാൻസും നൈസായിട്ട് ഇറ്റലിയെ എന്ത് ചെയ്തു?
ഒഴിവാക്കുവാനായിട്ട് തുടങ്ങി. അപ്പോ ഇങ്ങനെ ഒഴിവാക്കുവാനായിട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ഈ പറയുന്ന ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിലൊക്കെ 1921 എന്ത് ചെയ്യുന്നു, ഒരു ഫാസിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഇറ്റലിയിൽ രൂപീകരിക്കപ്പെടുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അപ്പോ സാമൂഹിക വ്യവസ്ഥ എന്നുള്ളത് ഒന്നാം ലോക മഹായുദ്ധം തകർത്ത സാമൂഹിക വ്യവസ്ഥയാണ് ഇറ്റലിയിൽ. എന്താണ്? ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ. അപ്പൊ ഇതിനെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, മുസോളിനി കടന്നു വരുന്നത്. ആ മുസോളിനി എന്ത് ചെയ്യുന്നു, നിലവിലിരിക്കുന്ന ഭരണകൂടത്തിനെതിരായിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കുന്നു, പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു. ഇറ്റലിയെ നശിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഭരണകൂടമാണെന്ന് പറയുന്നു. ലോകരാഷ്ട്രങ്ങൾ നമുക്കൊന്നും തന്നില്ല, നമ്മളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ തീവ്ര ദേശീയത എന്നുള്ളത് ജനങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് അഴിച്ചു വിടുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മുസോളിനി ചെയ്യുന്നത്. അതിനുശേഷം മുസോളിനി എന്ത് ചെയ്യുന്നു, ഇലക്ഷനിൽ ഒരു കൈ നോക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ അദ്ദേഹം പരാജയപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം ഒരു 30,000 വരുന്ന അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇറ്റലിയിൽ എന്ത് ചെയ്യുന്നു, ഒരു വലിയ പ്രകടനം നടത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രെങ്ത് കാണിക്കുകയും പിന്നീട് ഇറ്റലിയുടെ ഭരണാധികാരിയായിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം മാറുകയുമാണ് ഉണ്ടാവുന്നത്. 1922 ഈ പറയുന്ന മുസോളിനി എന്ന് പറയുന്ന ഏകാധിപതി ഇറ്റലിയുടെ ഭരണാധികാരിയായിട്ട് മാറുന്നത്, ബെനിറ്റോ മുസോളിനി. അദ്ദേഹത്തെ ഡ്യൂച്ചെ എന്നാണ് ഇറ്റലിക്കാർ വിളിച്ചിരുന്നത്. ഡ്യൂച്ചെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ലീഡർ എന്നുള്ളതാണ്. ഡ്യൂച്ചെ എന്നാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, ഇറ്റലിക്കാർ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നത്. അപ്പോ എങ്ങനെയാണ് ഇവർ അധികാരത്തിലെത്തിയത്? അതിന് കാരണം എന്ന് പറയുന്നത് ഇതാണ്, ഒന്നാം ലോകമഹായുദ്ധത്തിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടും ഇറ്റലിക്ക് എന്താണ്, കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും കിട്ടിയില്ല. യുദ്ധാനന്തര കാലത്തെ വ്യവസായങ്ങളുടെ തകർച്ച, തൊഴിലില്ലായ്മ, നികുതി വർധനവ്, പണപ്പെരുപ്പം തുടങ്ങിയവ എന്ത് ചെയ്തു, ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ ഭരണകൂടത്തിൽ നിന്ന് അകറ്റി രാജ്യം ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലേക്ക് പോകുമോ എന്ന ഒരു ഭയം എന്ത് ചെയ്തു, ഫാസിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുവാൻ ജനങ്ങളെ എന്ത് ചെയ്തു, പ്രേരിപ്പിച്ചു. അപ്പോ ഇറ്റലിയിൽ അധികാരത്തിലേറിയ സമയത്ത് പിന്നീട് ഈ ഏകാധിപതികൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, അത് ഏറിയും കുറഞ്ഞിരിക്കുന്നുള്ളൂ. ഇവരുടെ സ്വഭാവമൊക്കെ ഏകദേശം ഒരു അച്ചിൽ വാർത്ത പോലെ ആയിരിക്കും, അത് അങ്ങോട്ട് ഏറിയും കുറഞ്ഞും മാത്രം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. മുസോളിനിയും വ്യത്യസ്തനായിരുന്നില്ല. അധികാരം കിട്ടിയപ്പോൾ ആ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സമാനതകളില്ലാത്ത ക്രൂരത ഇറ്റലിയിൽ നടപ്പിലാക്കി. ഇറ്റലിയിലെ അധികാരത്തിലേറെ മുസോളിനി രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ എന്താണ്, ഒരു സ്വേച്ഛാധിപതിയായിട്ട് മാറി നടപടികൾ എന്ത് ചെയ്തു, കൈക്കൊണ്ടു. അക്രമത്തിന്റെയും ഹിംസയുടെയും മാർഗമാണ് ഫാഷിസ്റ്റുകൾ സ്വീകരിച്ചത്. സോഷ്യലിസ്റ്റുകൾ, തൊഴിലാളി കർഷക നേതാക്കൾ, ഇവരൊക്കെ ഈ ഫാഷിസ്റ്റുകളുടെ ശത്രുക്കളായിരിക്കും കേട്ടോ. തൊഴിലാളികളെ ഇഷ്ടമായിരിക്കില്ല. തൊഴിലാളികളെയൊക്കെ വെറും അടിമയായിട്ട് മാത്രമേ ഫാഷിസ്റ്റ് ഭരണകൂടം എന്നും പരിഗണിച്ചിട്ടുള്ളൂ. തൊഴിലാളികൾ, കർഷക നേതാക്കളൊന്നും കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അത് മുസോളിനിക്കായാലും മറ്റാർക്കായാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ എന്താണ്, സോഷ്യലിസ്റ്റുകൾ, എന്താണ് തൊഴിലാളി നേതാക്കൾ, കർഷക നേതാക്കൾ എന്നിവരെയൊക്കെ രാഷ്ട്രത്തിന്റെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചു. ഫാഷിസ്റ്റ് പാർട്ടിക്കെതിരെ മിണ്ടുന്നവരെയൊക്കെ എന്താണ്, വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ഈ മുസോളിനിയുടെ ഒരു ലക്ഷ്യം തന്നെ എന്തായിരുന്നു, പ്രാചീന റോമ സാമ്രാജ്യത്തിന്റെ ഒരു പുനഃസ്ഥാപനമായിരുന്നു. റോമ സാമ്രാജ്യം എന്ന് പറയുന്നത് പ്രാചീന ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. ലോകത്തിന്റെ ഒരുവിധപ്പെട്ട എല്ലാ ഭാഗങ്ങളും കീഴടക്കിയ ഒരു സാമ്രാജ്യമായിരുന്നു റോം. ഇറ്റലിയൊക്കെ ഭാഗമായിട്ടുണ്ടായിരുന്ന റോം കേന്ദ്രമാക്കിയിരുന്ന എന്തെന്ന് പറയുന്നത് റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു പുനഃസ്ഥാപനമായിരുന്നു ഈ പറയുന്ന മുസോളിനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ എന്ത് ചെയ്തു, അദ്ദേഹം പ്രാചീനമായിട്ടുള്ള റോമൻ ഭരണത്തിലെ പല മുദ്രകളും എന്ത് ചെയ്തു, അദ്ദേഹം സ്വീകരിച്ചു. മാത്രമല്ല ഫാഷിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പ്രത്യേകമായിട്ടൊരു ആർമിയെ എന്ത് ചെയ്തു, സ്വരുക്കൂട്ടി. അതിനെ പറയുന്ന പേര് കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്നാണ്. എന്താണ് കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്ന സൈനിക വിഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം എതിരാളികളെ അടിച്ചമർത്തി. ആക്രമണോത്സുകമായിട്ടുള്ള ഒരു വിദേശ നയം സ്വീകരിച്ച മുസോളിനി എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിച്ചു. ഇറ്റലിയുടെ സാമ്രാജ്യത്വ മോഹം ലോക രാജ്യങ്ങൾ എന്ത് ചെയ്തു, മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചു. നമ്മളിവിടെ മറ്റൊരു പേര് കൂടി പഠിക്കുന്നു, മെറ്റിയോറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇറ്റലിയിലെ പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനായിരുന്നു
മെറ്റിയോറ്റി എന്ന് പറയുന്നത്. ഫാഷിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ സാധാരണക്കാരൻ അദ്ദേഹം വ്യക്തമാക്കി കൊടുത്തു. സ്വതന്ത്രമായ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ഫാഷിസ്റ്റ് വിരുദ്ധത പ്രകടിപ്പിച്ച മെറ്റിയോറ്റിയെ ഫാഷിസ്റ്റുകൾ തെരുവിൽ വെച്ച് പിടികൂടുകയും വധിക്കുകയുമാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ മറ്റു രൂപങ്ങൾ എന്താണ്? ഇതിന്റെ മറ്റു രൂപങ്ങളാണ് പെരുമാൾ മുരുകനും അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നത് കഥാകാരന്മാരൊക്കെ മാപ്പ് പറയേണ്ടിയൊക്കെ വരുന്നതൊക്കെ ഇതിന്റെ മറ്റൊരു രൂപങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് ഹിറ്റ്ലറും നാസിസവും. അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു. ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ അതിനെതിരെ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻകാരെ തിരക്കിയായിരുന്നു. ഒരു ട്രേഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ അതിൽ പ്രതിഷേധിച്ചില്ല. പിന്നീട് അവർ വന്നത് ജൂതന്മാരെ തേടിയായിരുന്നു. ഞാനൊരു ജൂതനല്ലാത്തതിനാൽ ഞാനിപ്പോഴും പ്രതിഷേധിച്ചില്ല. ഒടുവിൽ അവർ വന്നത് എനിക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കുവാൻ മറ്റാരും തന്നെ ബാക്കിയുണ്ടായിരുന്നില്ല. ജർമ്മനിയിൽ ഒരു പുരോഹിതനായിട്ടുള്ള പാസ്റ്റർ മാർട്ടിൻ നിമോയലിന്റെ ഏറ്റവും ലോക പ്രശസ്തമായ വാക്കുകളാണിത്. അതായത് അവരാദ്യം സോഷ്യലിസ്റ്റുകളെ തേടി വന്നു. ഞാൻ ഒരു സോഷ്യലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ അതിനോട് പ്രതികരിച്ചില്ല. എന്താണ്? പിന്നീട് ട്രേഡ് യൂണിയൻകാരെ തേടി വന്നു. ഞാനൊരു ട്രേഡ് യൂണിയൻകാരനല്ലാത്തത് കൊണ്ട് ഞാൻ അതിനോട് പ്രതികരിച്ചില്ല. പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു. ഞാനൊരു ജൂ അല്ലാത്തത് കൊണ്ട് ഞാൻ അതിനോട് പ്രതികരിച്ചില്ല. പക്ഷേ അവസാനം അവർ എന്നെ തേടി വന്നു. ഞാൻ ആർക്കു വേണ്ടിയും പ്രതിഷേധിക്കാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി പ്രതിഷേധിക്കുവാൻ അന്ന് മറ്റാരും തന്നെ എന്ത് ചെയ്തിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. ഇത്തരം വാക്കുകളൊക്കെ വളരെ വലിയ വാക്കുകളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ പഠിക്കുവാനൊക്കെ ഉണ്ട്. എന്താണ് പ്രതിഷേധം എന്ന് പറയുന്നത്? മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് വാളെടുത്ത് തെരുവിൽ ഇറങ്ങുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ പ്രതിഷേധം. നിങ്ങൾക്ക് പറ്റാത്ത ഒരു കാര്യത്തിനോട് നിങ്ങൾ നോ എന്ന് പറയുന്നത് പോലും പ്രതിഷേധമാണ്. അല്ലെങ്കിൽ അതിനെതിരെ നിങ്ങൾ അത് ശരിയല്ല എന്നുള്ളത് പറയുന്നത് പോലും, ഉയർത്തി പറയുന്നത് പോലും എന്താണ്? അതൊരു പ്രതിഷേധമാണ്. പ്രതിഷേധം വാളെടുത്തുകൊണ്ടോ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമല്ല പ്രതിഷേധം എന്ന് പറയുന്നത്. അപ്പോ ഫാഷിസത്തിന്റെ ജർമ്മൻ പതിപ്പാണ് നാസിസം എന്ന് പറയുന്നത്. ഈ നാസിസം ഇതേ സെയിം കാരണങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്ന നാസിസത്തിന്റെ എന്താണ് ഉയർച്ചയ്ക്ക് ജർമ്മനിയിൽ കാരണമായത്. ഒന്നാമതായത് ഒന്നാം ലോക മഹായുദ്ധം എന്ത് ചെയ്തു? ജർമ്മനിയുടെ മേലൊരു സന്ധി അടിച്ചേൽപ്പിച്ചിരുന്നു. വേഴ്സായ് സന്ധി എന്നാണ് അതിന്റെ പേര്. നമ്മൾ പറഞ്ഞതാണ്. ഇത് ജർമ്മനിയിലുള്ള എല്ലാ ജനങ്ങൾക്കും എന്ത് ചെയ്തിരുന്നു? അതൊരു മാനക്കേടായിട്ടാണ് അവർ കണ്ടിരുന്നത്. തങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു വേഴ്സായ് ഉടമ്പടി എന്ന ജർമ്മനിയിൽ ഓരോ ജനതയും എന്ത് ചെയ്തിരുന്നു? വിശ്വസിച്ചിരുന്നു. പിന്നെ സാമ്പത്തിക തകർച്ച, പണപ്പെരുപ്പം, ജർമ്മൻ ഭരണകൂടത്തിന്റെ പരാജയം, രാഷ്ട്രീയ അസ്ഥിരത, ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു ഉണ്ടായിരുന്നു. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം അതുവരെ രാജഭരണത്തിന് കീഴിലായിരുന്നു ജർമ്മനി. കൈസർ വില്യം എന്ന് പറയുന്ന രാജാവായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കാറുമ്പോൾ ഇദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറുന്നു. ഇദ്ദേഹം മാറിയതിനു ശേഷം ഒരു വെയ്മർ റിപ്പബ്ലിക്കായി മാറുകയാണ് ജർമ്മനി ചെയ്യുന്നത്. പക്ഷെ ആ വെയ്മർ റിപ്പബ്ലിക് ആയതിനു ശേഷം വന്ന ഭരണാധികാരികൾക്ക് ജർമ്മനിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ വെയ്മർ റിപ്പബ്ലിക്കാണ് ഈ വേഴ്സൈ സന്ധിയൊക്കെ ഒപ്പുവെക്കുന്നത്. പക്ഷെ അവർക്ക് പിന്നീട് രാജ്യത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഈ സമയത്താണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന വളരെ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയുന്ന ആദ്യം തന്നെ ഒരു പാർട്ടി ഉണ്ടാവുന്നു, നാസി പാർട്ടി എന്ന് പറയുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നാണ് ഈ പറയുന്ന നാസി പാർട്ടി എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ആദ്യം നാസി പാർട്ടി ഉണ്ടാവുന്നു. ഈ നാസി പാർട്ടിയിലേക്കാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വരുന്നത്. അതിമനോഹരമായിട്ട് പ്രസംഗിക്കുന്ന, പൊക്കം കുറഞ്ഞ, എല്ലാവരിലും ഒരു ഒരു ലീഡർഷിപ്പ്, വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അപ്പൊ ഹിറ്റ്ലർ വന്നു. ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? 1933 അദ്ദേഹം ജർമ്മനിയുടെ ചാൻസലർ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്തുന്നു. ഫ്യൂറർ എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് മെയിൻ കാഫ് എന്നുള്ളതാണ് ഹിറ്റ്ലറിന്റെ ആത്മകഥ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഹിറ്റ്ലർ വരുന്നു. ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു? അധികാരത്തിൽ വരുന്നു. ഹിറ്റ്ലർ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം തന്നെ തൊഴിലില്ലായ്മ ഇല്ലാതാക്കണം. തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തായിരുന്നു? ഇദ്ദേഹം
ഈ തൊഴിലാളികളുടെ ലിസ്റ്റിലേക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ, പിന്നെ എന്താണ് നിർബന്ധിത തൊഴിൽ ചെയ്യുന്ന ആളുകളെ, പിന്നെ എന്താണ് തടവുകാരായിട്ട് തൊഴിൽ ചെയ്യുന്ന ആളുകളേക്ക് എന്ത് ചെയ്യുന്നു, ഈ തൊഴിലാളികളുടെ ലിസ്റ്റിലേക്ക് കയറ്റുന്നു. അപ്പൊ തന്നെ എന്താണ് തൊഴിലില്ലായ്മയുടെ അളവ് കുറയുന്നു. അതുപോലെ തന്നെ പല ആദ്യം തന്നെ എന്താണ് തട്ടിപ്പുകൾ നടത്തിയാണ് ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നത്, ജർമ്മനി വളരുകയാണ് എന്നുള്ള ഒരു ധാരണ ജനങ്ങളുടെ മനസ്സിലേക്കും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലേക്കുമൊക്കെ ഇട്ടുകൊടുത്തത്. ഉദാഹരണമായിട്ട് ആ സമയത്താണ് ഇദ്ദേഹം പീപ്പിൾസ് കാർ എന്ന് പറയുന്ന ഒരു കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫോക്സ് വാഗൻ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ഫോക്സ് വാഗൻ കമ്പനിയുടെ കാറാണ് എന്ത് ചെയ്യുന്നത്, ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതായത് നിങ്ങളൊരു ചെറിയ തുക അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോക്സ് വാഗന്റെ കാർ കിട്ടും. ഈ കാർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അനുവദിച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ കാശ് തരാൻ ശേഷിയുള്ള ആളുകളിൽ നിന്നൊക്കെ കാശ് വാങ്ങുന്നു, കുറച്ചാളുകൾക്ക് കാറ് കിട്ടുന്നു, ബാക്കി പണം ഹിറ്റ്ലർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ആർമിയുടെ തകർന്നു കിടക്കുന്ന ആർമിയെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ഡെറ്റ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കടമെടുക്കുന്നു. ഈ കടമെടുത്ത കാശും എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം ആർമിയെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതായിരുന്നു, ഈ കാശൊക്കെ കളക്ട് ചെയ്ത് ആർമിയെ സെറ്റാക്കാം, ആർമിയെ സെറ്റാക്കിയതിനു ശേഷം മറ്റുള്ള രാജ്യങ്ങൾ കീഴ്പ്പെടുത്താം, എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്ന റിസോഴ്സ് ഉപയോഗിച്ച് ജനങ്ങളുടെ കാശ് തിരിച്ചു കൊടുക്കാം എന്നുള്ള ഐഡിയ ആയിരുന്നു എന്ന് പറയുന്നതാണ് ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഒരു പരാജയത്തിന്റെ സാധ്യതയുണ്ട്. പക്ഷെ ഹിറ്റ്ലർ എന്താണ്, പരാജയം എന്നുള്ള വാക്ക് അയാളുടെ നിഘണ്ടുവിൽ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിനെ കുറിച്ച് എന്ത് ചെയ്തിരുന്നില്ല, ബോധേടായിരുന്നില്ല. ഈ വേഴ്സായി സന്ധി പ്രകാരം 100,000 മിലിറ്ററി മാത്രം പാടുള്ളൂ എന്ന് പറയുന്ന കാലത്ത് ഹിറ്റ്ലറുടെ കീഴിൽ ജർമ്മനിയിൽ ഏകദേശം 8,00,000-ഓളം ആളുകൾ സൈന്യത്തിലുണ്ടായിരുന്നു. ആൺകുട്ടികളെയൊക്കെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം സൈന്യത്തിന്റെ ഭാഗങ്ങളായിട്ട് മാറ്റുന്നു. അപ്പോ തന്റെ സംഘാടന മികവും പ്രസംഗ പാഠവും ഉപയോഗപ്പെടുത്തി ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കുവാൻ ഹിറ്റ്ലർക്ക് കഴിഞ്ഞു. നിലവിലെ ഭരണകൂടത്തെ പുറത്താക്കിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിന്റെ പ്രധാന ശത്രുക്കളായിട്ട് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയുമാണ് എന്ത് ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. എന്താണ്, ആരൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്? സോഷ്യലിസ്റ്റുകളെ, ജൂതരെ, പിന്നെ ആരെയാണ്, കമ്മ്യൂണിസ്റ്റുകാരെ. അത്തരത്തിൽ പ്രഖ്യാപിച്ച ഒരു വിചാരധാര എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൽ ഇന്ത്യയുടെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുന്നത് 3 വിഭാഗങ്ങളെയാണ്. 1 ക്രിസ്ത്യാനികൾ, 2 മുസ്ലിങ്ങൾ, 3 കമ്മ്യൂണിസ്റ്റുകാർ. അങ്ങനെ ഒരു സംഭവം ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. ഈ മെയിൻ കാഫ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഒരു ഇന്ത്യൻ രൂപമാണ് ഈ വിചാരധാര എന്നൊക്കെ പറയുന്നത്. അതിൽ ഗോൾവാർക്കർ എഴുതിയതാണ് ഇന്ത്യയുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു ഹിറ്റ്ലറിന്റെ അവിടെയും. ഹിറ്റ്ലറും എന്താണ്, ഈ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും അവിടെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ജൂതന്മാരായിരുന്നു ഇവരുടെ എന്തെന്ന് പറയുന്നത്, ഇത് ശത്രുക്കൾ എന്ന് പറയുന്നത്. അപ്പോ മാത്രമല്ല ഹിറ്റ്ലർ എന്ത് ചെയ്തു, പ്രധാന ശത്രുക്കളായിട്ടുള്ള സോഷ്യലിസ്റ്റുകളെ, കമ്മ്യൂണിസ്റ്റുകളെ, ജൂതന്മാരെ, ജനാധിപത്യവാദികളേക്ക് എന്ത് ചെയ്തു, കൊന്നൊടുക്കി. ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദി ജൂതന്മാരാണ് എന്ന് ഹിറ്റ്ലർ എന്ത് ചെയ്തു, ആരോപിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഈ കൂട്ടക്കൊലകൾ അറിയപ്പെടുന്ന പേരാണ് ചരിത്രത്തിൽ ഹോളോകോസ്റ്റ് എന്നുള്ളത്. ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്നത് ജൂത കൂട്ടക്കൊലകളാണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ മൃഗങ്ങളെ പോലെ കൊന്നുകൂട്ടിയിരുന്ന സംവിധാനം ആണ് ഈ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അക്കാലത്ത് എന്തുകൊണ്ടാണ് വെടിവെച്ച് കൊല്ലാഞ്ഞത്? ഈ 1000-ങ്ങളെയും 10,000-ങ്ങളെയും വിഷം ഉപയോഗിച്ച് കൊള്ളുന്നതിന്റെ കാരണം പറയുന്നത് വെടിയുണ്ട എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിരുന്നു. അതാണ് ബുള്ളറ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിരുന്നു. ഒരാളെ കൊല്ലാൻ ഒരു ബുള്ളറ്റ് വേണം, ഒരു വെടിയുണ്ട വേണം. അത് എക്സ്പെൻസീവ് ആയിരുന്നുകൊണ്ട് വളരെ കുറഞ്ഞ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ എങ്ങനെ കൊല്ലാം എന്നുള്ള നിരീക്ഷണങ്ങളിൽ നിന്നാണ് ഈ ഗ്യാസ് ചേംബറുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. അതായത് ഒരു 10,000 പേരെയോ 20,000 പേരെയോ അല്ലെങ്കിൽ 1000 പേരെയോ 2000 പേരെയോ ഒരുമിച്ച് ഒരു മുറിയിലേക്ക് കയറ്റും. വിഷവാതകം തുടർന്നിടും. ഒരു 5 10 15 മിനിറ്റുകൾക്കുള്ളിൽ ഇവർ പ്രാണവായു കിട്ടാതെ അവിടെ മരിച്ചു വീഴും. പിന്നെ പുതിയതായിട്ട് വന്ന തടവുകാരെ കൊണ്ട് ഇവരുടെ ശരീരം കൊണ്ടുപോയിട്ട് കുഴിച്ചിടിക്കും. ഇത് മറ്റേ സിനിമയിൽ പറയുന്ന പോലെ വന്ത സുട്ട സത്ത റിപ്പീറ്റ് എന്ന് പറയുന്ന പോലെ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. പുതിയ ആളുകൾ വരുമ്പോൾ പഴയ ആളുകളെ ചേമ്പറിൽ കൊണ്ടുപോകും, കൊല്ലും. ആദ്യം വരുമ്പോ തന്നെ സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, പണിയെടുക്കാൻ കഴിയാത്ത ആളുകളെയൊക്കെ ആദ്യം തന്നെ കൊന്നുകളയും.
മനസ്സിലായോ? പണിയെടുക്കാൻ ശേഷിയുള്ള ആളുകളെ അവിടെ നിർത്തും. എന്നിട്ട് പുതിയ ബാച്ച് വരുമ്പോ ഇതിൽ തന്നെ വയ്യാണ്ടായ ആളുകളെ കൊണ്ടുപോകും, കൊല്ലും. ഇവരെ കൊണ്ട് എന്ത് ചെയ്യും? ഈ ശവങ്ങളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിടിക്കും. അതായത് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ ഇപ്പോഴും മനുഷ്യർ പ്രാണവായു കിട്ടാതെ മാന്തിയ, അതായത് കോൺക്രീറ്റ് ഭിത്തിക്കകത്ത് നഖം കൊണ്ട് മാന്തിയ പാടുകൾ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അത് പറഞ്ഞപ്പോഴാണ് നിങ്ങള് ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഷിൻഡേഴ്സ് ലിസ്റ്റ് സ്പിൽബർഗ് സംവിധാനം ചെയ്ത സിനിമയാണ് ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ലിയാം നീസൺ എന്ന് പറയുന്ന നടനെ അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിയാം നീസൺ എന്ന് പറയുന്ന ഒരു നടനുണ്ട് ഇംഗ്ലീഷിൽ. അദ്ദേഹത്തെ ലിയാം നീസൺ എന്ന് പറഞ്ഞ ചില ആളുകൾ, സിനിമ ശരിക്കും കാണുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ മിക്ക ആളുകൾക്കും അദ്ദേഹത്തെ അറിയാൻ പറ്റുന്നത് ടേക്കൺ എന്ന് പറയുന്ന സിനിമ ഉണ്ടാവും. ഒരു ഇംഗ്ലീഷ് ആക്ഷൻ മൂവിയാണ് ടേക്കൺ. ഈ ടേക്കൺ എന്ന് പറയുന്ന സിനിമയിലെ നായകനാണ് ഈ ലിയാം നീസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഈ ടേക്കണിൽ ഒരു ഡയലോഗ് ഉണ്ട്. അതായത് മകളെ തട്ടിക്കൊണ്ടുപോകും അദ്ദേഹം പറയുന്നത്, നീ ഇപ്പൊ എന്റെ മകളെ വിട്ടാൽ ഞാനൊന്നും ചെയ്യില്ല, ഇല്ലെങ്കിൽ നിനക്ക് എന്നെ അറിയില്ല, ഞാനൊരു സംഭവമാണ്, ഞാൻ ഇവിടെ നിന്ന് വരും, നിന്നെ കണ്ടെത്തും, നിന്നെ കൊല്ലും എന്ന് പറയുന്ന ഭയങ്കര ഫേമസ് ഡയലോഗാണ് ഇംഗ്ലീഷിൽ. അത് എന്താണ്? ഐ വിൽ കം ഫോർ യു, ഐ വിൽ ഫൈൻഡ് യു, ഐ വിൽ കിൽ യു എന്ന് പറയുന്ന ഭയങ്കര ഡയലോഗാണ് അത്. ആ നടനാണ് ലിയാം നീസൺ എന്ന് പറയുന്നത്. ഈ ലിയാം നീസന്റെ അഭിനയിച്ച ഒരു പടമാണ് ഈ ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ നിങ്ങൾ കാണണം. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ പോലും അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ് ഷിൻഡേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഷിൻഡെ എന്ന് പറയുന്ന ജർമ്മൻ നാസി പാർട്ടി അംഗമായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസാന സമ്പാദ്യവും കൊടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ജൂതന്മാരെ ഗ്യാസ് ചേമ്പറുകളിൽ നിന്ന്, കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചു വിടുന്ന ഒരു കഥയാണ് ഷിൻഡേഴ്സ് ലിസ്റ്റ്. അതായത് ഇയാള് ലാസ്റ്റ് തകർന്നു പോകും. ഇയാളെ സഖ്യകക്ഷികൾ വന്ന് അറസ്റ്റ് ഒക്കെ ചെയ്തും വിചാരണ നേരിടും. ആ സമയത്ത് ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹം രക്ഷിച്ച ജൂതന്മാർ വന്ന് എന്ത് ചെയ്യും? സാക്ഷി പറയും. അങ്ങനെ ഇദ്ദേഹത്തെ പിന്നീട് വിടുകയൊക്കെയാണ് ഉണ്ടാകുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹം മരിച്ചപ്പോ ഇസ്രായേലിലാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ഷിൻഡയുടെ ശവശരീരം അടക്കം ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ജൂതന്മാരുടെ സെമിത്തേരിയിൽ അടക്കം ചെയ്തിട്ടുള്ള ജൂതനല്ലാത്ത ഒരേ ഒരു വ്യക്തി ഈ ഷിൻഡെ ആയിരിക്കും എന്നുള്ളതാണ്. എനിക്ക് എന്റെ അറിവിടത്തോളം വേറെ ജൂതൻ അല്ലാത്ത ആരെയും അവരുടെ ശ്മശാനങ്ങളിൽ അടക്കം ചെയ്യാറില്ല. ഷിൻഡയുടെ ശരീരം അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായപ്പോ അവിടെ കൊണ്ടുചെന്ന് അവിടെ എന്ത് ചെയ്തു? അടക്കം ചെയ്തു. ഗംഭീര സിനിമയാണ്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. മഹായുദ്ധവും ഈ ഗ്യാസ് ചേമ്പറും ഒക്കെ എത്രത്തോളം ക്രൂരമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കും. ഫൈൻ, നമ്മൾ നമ്മളുടെ വിഷയത്തിൽ നിന്ന് പോകും. ഞാൻ സിനിമ പറയാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് കഥ പറഞ്ഞു. അപ്പൊ അതാണ് പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എന്ത് ചെയ്തു? അവർ ജൂതന്മാരെ കൂട്ടക്കൊലം ചെയ്തു. ഹോളോകോസ്റ്റ് എന്നറിയപ്പെടുന്നു. ഇതിനായിട്ട് ഇദ്ദേഹം തവിട്ട് കുപ്പായക്കാർ അഥവാ ബ്രൗൺ ഷർട്ട് എന്ന് പറയുന്ന സൈന്യത്തിനും ഗസറ്റപ്പോ എന്ന് പറയുന്ന രഹസ്യ സംഘത്തിനും എന്ത് ചെയ്തു? രൂപം നൽകി. ആര്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ജർമ്മൻകാരായിട്ടുള്ള ആര്യന്മാരാണെന്നും ആരഭിപ്രായപ്പെട്ടു? ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടു. നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളെയും നിരോധിച്ചു. തൊഴിലാളി സംഘടനകൾക്ക് വിലക്കേർപ്പെടുത്തി. ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. വേഴ്സായ സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു. പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവ പ്രചരണത്തിന് ഉപയോഗിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ജോസഫ് ഗീബൽസ്, നിങ്ങൾ ഗീബൽസിയൻ തന്ത്രങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? ഒരു നുണ 1000 വട്ടം പറഞ്ഞാൽ അത് സത്യമായി മാറും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഗീബൽസിയൻ തന്ത്രം എന്നാണ് അതിനെ നമ്മൾ പറയുക. ഈ ഹിറ്റ്ലറിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ജോസഫ് ഗീബൽസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ഈ ഗീബൽസിയൻ തന്ത്രം എന്ന് പറയുന്ന ആ ഒരു നുണ 1000 വട്ടം ആവർത്തിച്ച് സത്യമാകുന്ന ഒരു സംവിധാനമൊക്കെ പിന്നീട് ഉണ്ടായി വരുന്നതും അതിന് അദ്ദേഹത്തിന്റെ പേര് നൽകപ്പെടുന്നതൊക്കെ. അപ്പൊ ജനങ്ങളുടെ പ്രതികാര മനോഭാവം എന്ത് ചെയ്തു? ഹിറ്റ്ലറും ചൂഷണം ചെയ്തു. ഹിറ്റ്ലർ എന്താണ്? ആക്രമണപരമായിട്ടുള്ള വിദേശ നയം സ്വീകരിച്ചു. ഓസ്ട്രിയ, ചെക്കോസ്ലോവേക്കിയ തുടങ്ങിയ രാഷ്ട്രങ്ങളെ ആക്രമിച്ചു. ഇറ്റലി, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സൈനിക സഖ്യം രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഈ നയത്തിനെതിരായി മറ്റു രാജ്യങ്ങൾ സഖ്യം ഉണ്ടാക്കുകയും ഇത് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തു. അപ്പോ ഇനി നമുക്ക് പഠിക്കേണ്ടത് 2ാം ലോക മഹായുദ്ധമാണ്.
അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഫാഷിസം നാസിസം ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് 2 ബോക്സ് കൂടിയുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് അവസാനിപ്പിക്കാം. ഒന്ന്, നാസി ഭരണകാലത്ത് ജൂത വേട്ടയുടെ അനുഭവ വിവരണമാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്നത്. നാസി വാഴ്ചക്കാലത്ത് ജർമ്മനിയിൽ നിന്നും ആൻ ഫ്രാങ്കിന്റെ കുടുംബം ഒളിച്ചു കടന്നു. എന്നാൽ നാസികളുടെ പിടിയിൽ അകപ്പെടുകയും ആൻ ഫ്രാങ്കും സഹോദരിയും ഈ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടക്കപ്പെടുകയും ചെയ്തു. ഈ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ഭയങ്കര വലിയ ജൂതന്മാരെ എന്താണ് കൊണ്ടുവന്ന് കൂട്ടക്കൊല ചെയ്തിരുന്ന ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഒന്നായിരുന്നു ഈ ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞിരുന്ന ഷിൻഡെ എന്ന് പറയുന്ന വ്യക്തി ആയിരക്കണക്കിന് ജൂതന്മാരെ എന്ത് ചെയ്തത്, രക്ഷിച്ചു വിടുന്നത്. ഈ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചപ്പോ ആ സിനിമയിൽ ഒരു ഗംഭീര രംഗമുണ്ട്. ഈ യുദ്ധമൊക്കെ അവസാനിച്ച് കഴിയുമ്പോഴേ ഇയാള് നാട് വിട്ടു പോവുകയാണ് ഷിൻഡെ. അപ്പൊ ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ എന്ത് കൊടുക്കും? ഈ ജൂതന്മാരായാണെങ്കിൽ ഒന്നുമില്ല, യുദ്ധം അവസാനിച്ചു, അവർക്ക് കുറെ പേരൊക്കെ രക്ഷപ്പെട്ടു, അവരുടെ കയ്യിൽ ഒന്നുമില്ല ഇയാൾക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ കുറച്ച് ആളുകളുടെ വായിൽ ഈ സ്വർണത്തിന്റെ പല്ലുണ്ടാവും. ഈ പല്ല് ഇവർ പറിച്ചിട്ട് അത് ആ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവരൊരു റിങ് കൊടുക്കും. ആ സീനൊക്കെ ഭയങ്കര സിനിമ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ സിനിമ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ആ സിനിമ ഡൗൺലോഡ് ചെയ്യുക, കാണുക. അതിമികച്ചൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. നമുക്ക് വേറൊരു പേരും കൂടി പഠിക്കാം, ചെമ്പകരാമൻ പിള്ളയും നാസികളും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ പോരാടിയ വിപ്ലവകാരിയാണ് മലയാളിയായ ചെമ്പകരാമൻ പിള്ള. കാബൂൾ ആസ്ഥാനമാക്കി രാജമഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു അദ്ദേഹം. ജർമ്മനിയുടെ ദേശീയ കക്ഷിയിൽ അംഗത്വമുള്ള ഏക വിദേശിയായിരുന്നു ആരെന്ന് പറയുന്നത് ചെമ്പക രാമൻപിള്ള എന്ന് പറയുന്നത്. അദ്ദേഹം ഹിറ്റ്ലറോടും നാസികളോടും എന്നാണ് അകന്നതോടുകൂടി അവരുടെ ശത്രുവായി മാറി. അദ്ദേഹത്തിന്റെ വസ്തുവകകൾ സർക്കാർ ജപ്തി ചെയ്തു. ചെമ്പകരാമൻപിള്ളയുടെ മരണത്തിന് നാസികളാണ് ഉത്തരവാദി എന്ന് ഇന്നും വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ എന്താണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്? 2ാം ലോക മഹായുദ്ധമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. ഇപ്പോൾ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.